കുട്ടതാ ബീഫ് റെഡി ആയിട്ടുണ്ട്, പൊറോട്ട റെഡി ആയിട്ടുണ്ട്. ഇതാ ചട്ടിയിൽ വാഴൻ്റെ ഇലയൊക്കെ വെച്ചിട്ടുണ്ട്, തേങ്ങാപ്പാലും റെഡി ആയിട്ടുണ്ട്. നമുക്കിതും കൊണ്ട് ബീഫ് തേങ്ങാപ്പാൽ ചട്ടി പൊറോട്ട ഉണ്ടാക്കാം. റെഡിയാക്കുക. ആ ശുചിക്കുട്ട പാൽ പൊറോട്ട മാമാക്കുതാ ശുചിക്കുട്ടി ഒറ്റയ്ക്ക് എടുക്കണ്ട, എല്ലാവരും കൂടിയിട്ടുള്ളതാണ്. താത്ത ശുചി പിടിച്ചു വലിക്കുന്നു. ശുചിക്കുട്ടിക്ക് ഒറ്റയ്ക്കൊന്നും അല്ല, മാമാക്കും ഉണ്ട്. ഷിജാസിന്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇവിടെ തയ്യാറാക്കാൻ പോണത് ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോണത്. ഈ കറി വെച്ചിട്ടാണ് വരട്ടിയ മാതിരി ഉണ്ടാക്കുന്നത്. ഈ കറി വെച്ചിട്ടാണ് നമ്മൾ പൊറോട്ടയൊക്കെ ഇട്ടിട്ട് പാൽ പൊറോട്ട ഉണ്ടാക്കും. അപ്പൊ നമുക്ക് ഉണ്ടാക്കുക. ശുചിക്കുട്ടനേക്ക് പൊറോട്ടയാണ് ഇറച്ചിയാണെന്നൊക്കെ കണ്ടതേ അവനിക്ക് സന്തോഷം തുടങ്ങി. ശുചിക്കുട്ടൻ്റെ കാര്യം അങ്ങനെയാണ്. അപ്പൊ നമുക്ക് തുടങ്ങാം. ശുചു വെളിച്ചെണ്ണ എടുക്ക്. അപ്പോൾ ഇത് തയ്യാറാക്കാൻ ആവശ്യമായ സാധനങ്ങൾ: 1 കിലോ ബീഫ്. ഇനി 1/2 കിലോനാണ് ചെയ്യണമെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി. 4 ടേബിൾ സ്പൂണ് ഓയിൽ, വെളിച്ചെണ്ണ. പിന്നെ നമ്മൾ തയ്യാറാക്കുന്ന ഗരം മസാലയാണ്, അത് 1 ടീസ്പൂണ്. അതേപോലെ മഞ്ഞൾപ്പൊടി നമ്മൾ തയ്യാറാക്കുന്നതാണ്, അതും 1 ടീസ്പൂണ്. പിന്നെ 3 ടേബിൾ സ്പൂണ് മുളക് പൊടി. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 2 ടേബിൾ സ്പൂണ്. 1 ടേബിൾ സ്പൂണ് കുരുമുളക് പൊടി. 1 ടേബിൾ സ്പൂണ് പെരിഞ്ജീരകപ്പൊടി. 4 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി. പിന്നെ 2 പട്ട, 4 ഏലക്കായി, 8 ഗ്രാമ്പു, 30 ചെറിയുള്ളി, 1 ഓരപ്പിടി പുതിന മല്ലിയില, 4 തക്കാളി, 3 തക്കാളി, അതേമാതിരി 3 വലിയ ഉള്ളി, ആവശ്യത്തിന് ഉപ്പ്. ഇതൊക്കെ ചേർത്ത് നമുക്ക് തയ്യാറാക്കാം. വെളിച്ചെണ്ണ ഒഴിക്ക് സിജു. 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇതാ ഇനി കുറച്ച് പട്ടയും കറാമ്പൂ. 4 പട്ടയും 6 കറാമ്പൂ, 4 ഏലക്കായി, 30 ചെറിയുള്ളി ഇട്ടിട്ടുണ്ട്. 3 വലിയുള്ളി മുറിച്ചത് ഈ കുട്ടിയൊക്കെ ചേർത്ത് വിളക്ക്. അയ്യോ ഇപ്പൊ തന്നെ ഉള്ള സിരിക്കുട്ടി ആയിട്ടില്ല, കുറച്ച് കഴിയട്ടെ. ഇതൊരു പണി കഴിക്കണം. അപ്പൊ ഉള്ളി അധികം ചോക്കേണ്ട ആവശ്യമില്ല. ഈ നമ്മൾ ബിരിയാണിയൊക്കെ വെക്കുമ്പോൾ നന്നായിട്ട് ഗോൾഡൻ നിറമൊക്കെ ആകണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാകുക. ഇതിനതിൻ്റെ ആവശ്യമില്ല, ഒരുവിധം ഒന്ന് മയങ്ങി കിട്ടിയാൽ മതി. അപ്പം ഇനി നമ്മൾ 1 ടേബിൾ സ്പൂണ് ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിൻ്റെ പേസ്റ്റാണ് ഇടുന്നത്. ഇതാ തക്കാളി എടുക്ക്. തക്കാളി എടുത്തിട്ട് അപ്പം ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പച്ചമണമൊക്കെ പോയി. ഇനി തക്കാളി നമുക്ക് ഇടാം. ചീക്കുട്ട ഉപ്പിട്ടോ, അപ്പം നന്നായിട്ട് ഇളകി കിട്ടും. അപ്പം തക്കാളിയൊക്കെ ഒരുവിധം മയങ്ങിയിട്ടുണ്ട്. നമുക്കിനി 4 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടാം. മുളക് പൊടി ഓരോ എരിവിനനുസരിച്ച് വ്യത്യാസമായിരിക്കും. അപ്പോൾ നമുക്ക് ഓരോരോ ആവശ്യമായിരിക്കുമല്ലോ എരിവുകൾ, അതൊക്കെ നോക്കിയിട്ട് പാകത്തിനിടുക. നിൽക്കട്ടാ, നോക്കുതാ മുളക് എണ്ണയിൽ കടന്ന് ചുവപ്പ് കളറായില്ലേ. ഇതാ മല്ലിപ്പൊടി ഇടിച്ചു കുട്ടാ. തീ കുറച്ചിട്ട് വേണം ഇടണമെങ്കിൽ പെരിഞ്ജീരകപ്പൊടി ഇട്ടോ. അപ്പോൾ പെരിഞ്ജീരകപ്പൊടി നമ്മൾ പൊട്ടിട്ടുണ്ട്. ഇനി മഞ്ഞപ്പൊടി ഇടാം. ഇതാ 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. ഇതാ ഇങ്ങനെ അളവ് കറക്റ്റ് 1 ടീസ്പൂൺ മഞ്ഞപ്പൊടി. തീ കുറച്ചിട്ട് വേണം ഇടണമെങ്കിൽ. ഇതാണ് ടേബിൾ സ്പൂണ്, ഇതിൻ്റെ പകുതിയാണ് ടീസ്പൂണ്. ഇതുള്ള ഇത് ടേബിള്, ഇത് ടീസ്പൂണ്. അപ്പം 2 മിനിറ്റ് തീ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട ശേഷമൊക്കെ നന്നായി ഇളക്കുക, പച്ചമണമൊക്കെ പോകാൻ. ഇനി നമുക്ക് ബീഫ് കഴുകി വെച്ച ബീഫ് ഇടാം. ശുചിക്കുട്ട എന്നാ ബീഫ് ഇടുന്ന ഇതാ ബീഫ് ഇട്ടു. ചിജു അപ്പം
മല്ലിയില തിന്നാൻ പോയി, പുതിനയും മല്ലിയിലയും ബീഫ് ഇടാൻ പറഞ്ഞ സമയത്ത് ബീഫ് ഇതിൽ കിടന്ന് നന്നായിട്ട് ഒന്നിങ്ങനെ വഴറ്റുക. ഒരു ആവശ്യത്തിന് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കണം. എന്നിട്ട് ഒരു 6 വിസിൽ വരുന്ന വരെ വേവിക്കാം. നല്ല മൂത്തിറച്ചിയാണെങ്കിൽ 6, മൂക്കാത്താണെങ്കിൽ 4, അങ്ങനെ പല അളവുകൾ ഉണ്ടാവും. ഓരോ ഇറച്ചിയുടെ തരത്തിനനുസരിച്ചുള്ള വിസിൽ. ഇത് പെട്ടെന്ന് വേകണതാണ്. അപ്പോൾ ഇതിനൊരു 4 വിസിൽ മതിയോ. നമുക്ക് കുറച്ച് കറിവേപ്പിലയുടെ അതിൽ ഇതാ, കുറച്ച് മല്ലിയിലയും പുതിന. സിജിക്കുട്ടി തന്നെ മല്ലിയിലയും പുതിനയിലൊക്കെ തിന്ന് കഴിച്ചു. നമുക്കിനി കുറച്ച് വെള്ളം ഒഴിക്കാം, അല്ലെങ്കിൽ അടിപ്പിടിക്കും. കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇതാ സിജു ബാക്കി വെള്ളം അതിന് ഒഴിച്ചു. ചുട്ട് പൊള്ളിയിട്ട് 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇതാ 1 ടീസ്പൂണ് ഗരം മസാല പൊടി. സിജുക്കുട്ടൻ പാക്ക് ചെയ്യുന്ന ഗരം മസാല. ഇതാ 1 ടീസ്പൂൺ. 1 ടീസ്പൂൺ ഇതാണ് അളവ്. ഇതാ കറക്റ്റ് അളവിൽ. സിജുക്കുട്ടൻ അതിലിട്ടോ. നന്നായി ഇളക്കിയിട്ട് കുക്കർ ഒരു 4 വിസിൽ വരുന്ന വരെ വെക്കാം. അതൊക്കെ ഓരോ ഇറച്ചിൻ്റെ പാകത്തിനനുസരിച്ച് വ്യത്യാസപ്പെട്ടുകൊണ്ടിരിക്കും. ചിലവിൻ്റെ 6 വെക്കേണ്ടി വരും, 3 വെക്കേണ്ടി വരും, 7 വെക്കേണ്ടി വരും. നമുക്കിത് 3 വെച്ചാൽ മതിയാവും എന്നാ തോന്നുന്നത്. വിളമ്പ് ഇറച്ചിയാണ്. നമുക്കൊന്ന് വെള്ളം വറ്റിച്ചെടുക്കാം. അതിൻ്റെ വെള്ളത്തിന് ബീഫ് കറിയൊക്കെ നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഇതാ ഇനി നമ്മൾക്ക് പൊറോട്ടയിൽ ഇടാം ഇതിനെയൊക്കെ. സിജിക്കുട്ട ബീഫ് കറിയും തേങ്ങാപ്പാലും പൊറോട്ടയൊക്കെ ഉപയോഗിച്ച് ചട്ടിയിലിട്ടിട്ട് പാൽ പൊറോട്ട നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ബീഫ് കറിയൊക്കെ റെഡിയായി, വരട്ടിയ മാതിരിയായി. ഇതാ പൊറോട്ടയുണ്ട് ചട്ടിയിൽ. ഇതാ ഇലയൊക്കെ വെച്ച് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാ ഇനി ഇതിൽ പൊറോട്ട വെക്കാൻ പോകും. നമുക്ക് തുടങ്ങാം. ഇതാ പൊറോട്ട ആദ്യം ഇതിലൊന്ന് വെക്കുന്നുണ്ട്. ഇതാ ഇതാ ബീഫ് ഇതിൽ വെക്കുന്നുണ്ട്. ഇതാ ഇതാ ശരിക്കുട്ട ബീഫ് വെച്ചില്ലേ. ഇനി നമുക്ക് അടുത്ത ഒരു മേലൊരു പൊറോട്ട വെക്കാം. ഇതാ ശരിക്കുട്ട കുറച്ച് തേങ്ങാപ്പാൽ നമ്മൾ ഇതിലൊഴിക്കുക. ഇതാ ഇതാ തേങ്ങാപ്പാൽ. 2 കൈ കൊണ്ട് എടുക്ക്. അങ്ങനെ വെക്ക്. ശരിക്കുട്ടി വെച്ചോ. ഇതാ ബീഫ് കറി വെക്കണ്ട കേട്ടോ ശരിക്കുട്ടതാ. ബീഫ് കറി ബീഫ് കറിയൊക്കെ ഇവിടെ എല്ലാവിടേക്കും കിടക്കട്ടെ. ശരിക്കുട്ടാന്നാ തേങ്ങാപ്പാല്. ഇതാ തേങ്ങാപ്പാല്. ശരിക്കുട്ട ഇതാ ഇനിയും പൊറോട്ട വെക്കേണ്ടതാ. ശരിക്കുട്ട ഇതാ അടുത്ത ബീഫ് കറിയും കൂടി വെക്കുന്നുണ്ട്. ഇതാ തേങ്ങാപ്പാല്. തേങ്ങാപ്പാല്. അപ്പം നമ്മളിതെല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇത് കെട്ടാൻ പോവുകയാണ്. അപ്പോൾ സിജുക്കുട്ട് ഇനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ തുറക്കുക. പക്ഷേ സിജുക്കുട്ടൻ അതുവരെ ഇരിക്കില്ല. അപ്പോൾ അവനിക്ക് ചെറുതായിട്ട് ഇപ്പം തന്നെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട്, ഇപ്പം തന്നെ കൊടുക്കാൻ. അപ്പം നമുക്കിത് കെട്ടാം. വാഴൻ്റെ ഇല വാട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്കിത് മൂടി കെട്ടനി. ചട്ടി പാൽ പൊറോട്ട റെഡി ആയിട്ടുണ്ട്. നമുക്കിനി 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കഴിക്കാം. ഇതാ സിജുവിന് ഇപ്പം കഴിക്കാൻ ചെറിയൊരു പാൽ പൊറോട്ട. ഇതാ കുറച്ച് പാലൊഴിച്ച് തരാം. സിജു കഴിച്ചോ. ഇതാ കുറച്ച് കഴിച്ചോ സിജു കുട്ടി. ഇത് സിജുവിന് ഇപ്പം തന്നെ കഴിക്കാൻ. അത് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് നോൽമ്പ് തുറക്കുമ്പോൾ കഴിക്കാൻ. സിജു കഴിച്ചു. ഇവിടെ ചേരിട്ട് തരാം. ഇപ്പോൾ വാഴൻ്റെ ഇലയിൽ അടച്ചു വെച്ച പൊറോട്ട 1 മണിക്കൂർ കഴിഞ്ഞു. ഇതാ തുറന്നു. നല്ല മണവും നല്ല കാണാൻ നന്നായിട്ടുണ്ട്. നന്നായി കുതിർന്നിട്ടുണ്ട്. നല്ല രസമുണ്ട്. സിജുക്കുട്ടി വേഗം വേണം പറഞ്ഞ് എടുക്കാൻ പോകുകയാണ്. എനിക്ക് നോലുമ്പായതുകൊണ്ട് എനിക്ക് കഴിക്കാനൊന്നും പറ്റില്ല. ഞാൻ എന്താ സിജുക്കുട്ടിനേക്ക് കഴിക്കാൻ കൊടുക്കുകയാണ്. നല്ല മയത്തിൽ കിട്ടുന്നുണ്ട്. നന്നായിട്ടുണ്ട്. സിജുക്കുട്ടിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സിജുക്കുട്ടിക്ക് നന്നായി ഇഷ്ടപ്പെട്ടു. സിജുക്കുട്ടി അതാണ് സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. ഞാൻ മൈക്ക് വെച്ചില്ല ഈ വീഡിയോ എടുക്കുമ്പോൾ, അതുകൊണ്ട് എനിക്ക് നേരെ പറയാൻ ആ സമയത്ത് മറന്നതാണ്. അതുകൊണ്ട് പിന്നെ എഡിറ്റ് ചെയ്താണ്. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ഇത് നന്നായിട്ടുണ്ട്. നല്ല മണമൊക്കെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞു. സിജിക്കുട്ടിക്ക് നന്നായി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അത് തന്നെ മനസ്സിലാക്കാം. ഇത് അവന്
ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടിയിട്ടാണ് ഈ പൊറോട്ട ഉണ്ടാക്കിയിരിക്കുന്നത്. സിജിക്കുട്ടിക്ക് ഒറ്റയ്ക്കല്ല. സിജിക്കുട്ടി ഇതാ അവൻ ഒറ്റയ്ക്ക് വേണം പറഞ്ഞിട്ട് അങ്ങോട്ട് വലിക്കണം, ഒന്നായി പിടിച്ചിട്ട് അവനിക്ക് എല്ലാം കൂടി വേണം പറഞ്ഞിട്ട് ഇത് കൊണ്ടുപോകും പറഞ്ഞിട്ട് അവനിക്ക് കുറച്ചൊരു വീതമേ കൊടുക്കുള്ളൂ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.